പക്ഷെ ഇത്തവണ ആദ്യമായി ഒരു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തന്നെ ഇത്രയും വർഗീയമായി പറഞ്ഞു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ശൈല ടീച്ചർ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ തന്നെ അവരുടെ ട്രാക്ക് തെറ്റാൻ തുടങ്ങി. അതിന് വന്ന ഉടനെ ഇപ്പൊ നിങ്ങൾക്കറിയാം, 5 വർഷം മുമ്പ് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന തിരുവനന്തപുരത്താണ്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് വടകരയിൽ എത്തണമെങ്കിൽ ട്രെയിൻ യാത്ര കൂടിയേ നടത്തിയിരുന്നു. അപ്പൊ ഞാനിവിടെ ട്രെയിനിൽ ഇവിടെ വന്നിറങ്ങി, നിങ്ങളൊക്കെ ആവേശത്തോടുകൂടെ സ്വീകരിച്ചു. അതൊന്ന് പിറ്റേന്നും അത് വലിയ ചർച്ചയായി. റെയിൽവേ സ്റ്റേഷനിൽ ഗംഭീര സ്വീകരണം, അതുകൊണ്ട് UDF ജയിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രചരണം വന്നു. ഏതായാലും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പക്ഷെ ഇവിടെ ഇത്തവണ സംഭവിച്ചത്, ടീച്ചറെ ഇവിടെ ഇതുപോലെ ഒരു ഷോ നടത്തി ട്രെയിനിൽ വന്നിറങ്ങി. അപ്പൊ ഞാൻ അന്ന് അവിടെ ഞാനിവിടെ ഉണ്ട്, കാരണം MP യുടെ ഔദ്യോഗിക ചുമതലകളുണ്ടല്ലോ. പക്ഷേ എന്നുള്ള സൂചന പാർട്ടിയുടെ ദേശീയ നേതൃത്വം നൽകിയപ്പോൾ ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ അത്യാവശ്യം ചില പൗരപ്രമുഖരെയൊക്കെ കാണാൻ പോയപ്പോൾ അവര് പറഞ്ഞ ടീച്ചർ ഇപ്പൊ വന്നു പോയതേ ഉള്ളൂ. പക്ഷെ പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടു ടീച്ചർ ട്രെയിനിൽ ഇവിടെ വന്നിറങ്ങും. അപ്പൊ തന്നെ ഞാൻ കുട്ടികളോട് കോപ്പി അടിക്കാൻ സാധാരണ ടീച്ചർമാര് പറയാറുള്ളത്, ഈ ടീച്ചർ എന്നെ ഇങ്ങനെ കോപ്പി അടിക്കുന്നത് ശരിയല്ല. ഇത് 5 വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരത്താണ് വന്നത്, എനിക്ക് തന്നെ തിരുവനന്തപുരത്ത് ട്രെയിനല്ലാതെ വേറെ മാർഗമില്ല. അപ്പൊ അന്ന് ട്രെയിനിൽ വന്നു. തലേ ദിവസം വരെ വടകരയിൽ ചുറ്റിക്കറങ്ങിയ ആള് പിറ്റേ ദിവസം ട്രെയിനിൽ വന്നിറങ്ങി. പക്ഷെ അപ്പോൾ തന്നെ 5 വർഷം മുമ്പ് വന്നതിന്റെ 10-1 ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴും തന്നെ ചില സഹാക്കന്മാരൊന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നു, ഇവരെ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നാണോ സംശയമുണ്ടോ. ഞാൻ പറഞ്ഞു, ഏതായാലും അതിലൊന്നും എനിക്ക് താല്പര്യമില്ല, ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ മത്സരിക്കും, ആരാണ് ജയിക്കേണ്ടത് ജനം തീരുമാനിക്കും. ഇത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നോട് മത്സരിക്കാൻ പറഞ്ഞത്. ഞാൻ ഈ മാർച്ച് 7-ാം തീയതി വരെ ഞാൻ ഇവിടെ തന്നെയുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അങ്ങനെ ഷാഫി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ഷാഫി വന്നപ്പോ അതിഗംഭീരമായിട്ടുള്ള സ്വീകരണം നൽകി. നല്ല രീതിയിൽ എല്ലാവരും, എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങി. ആ സബ്ജക്റ്റാണ് ചില മാർക്സിസ്റ്റ് കേന്ദ്രങ്ങൾ ഇങ്ങനെ ചില അടക്കം പറച്ചല്. ഷാഫി വന്നപ്പോഴേ ഒരു പ്രത്യേക വിഭാഗം കൂടുതൽ ആവേശം കാണിച്ചു. ഞാൻ പറഞ്ഞു, ഇതിലെ എന്താത്ര അത്ഭുതമല്ല, ഞാൻ വന്നപ്പോഴും ഇവരെ എന്റെ കൂടെ നല്ല ആവേശത്തിലുണ്ടായിരുന്നു. ഇത് ജനാധിപത്യമാണ്, UDF ആണ്. കോൺഗ്രസ് മുസ്ലിം ലീഗായിട്ട് 53 വർഷത്തെ ബന്ധാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ മുസ്ലിം ലീഗ് നല്ല ആവേശത്തോടുകൂടി സ്വീകരിക്കാറുണ്ട്. എന്നെയും സ്വീകരിച്ചിട്ടുണ്ട്, മുല്ലപ്പള്ളിനെയും സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ 1 ഇഞ്ച് പോലും കൂടിയിട്ടില്ല, 1 ഇഞ്ച് പോലും കുറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ മോശം കാര്യങ്ങളാണ്, ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ എല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ട് പിന്നീട് ടീച്ചർ തന്നെ പറഞ്ഞു, എനിക്കെതിരെ വ്യാജ വീഡിയോ ഉണ്ടാക്കി. നേരത്തെ അവിടെ പുന്നക്കിൽ പറഞ്ഞു. പിന്നെ പറഞ്ഞു, അത് ആര് ഫേസ്ബുക്കിലിട്ടോ ഒരു പഞ്ചായത്ത് മെമ്പർക്കെതിരെ കേസ്, പഞ്ചായത്ത് മെമ്പർക്കെതിരെ. ഞാൻ അന്ന് തന്നെ ദുഷിയിരുന്നു പത്രക്കാരുടെ. ഞാൻ ചെറുപ്പക്കാരൻ, എനിക്ക് നന്നായിട്ട് അത് നല്ല UDFന്റെ എന്റെ MP ഫണ്ട് 2 ഫണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചായത്ത് മെമ്പറുടെ അദ്ദേഹം മുൻകൈ എടുത്തു. അത് അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല എന്ന് ഞാൻ തന്നെ അത് വ്യക്തമായി. പക്ഷെ നമ്മളെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഈ കാഫർ പ്രയോഗം ഇവിടെ ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തുക. ഒരു കാര്യം ടീച്ചർക്ക് അറിയായിരുന്നു വന്നിറങ്ങിയ ഉടനെ. മുമ്പ് ഹമാസ് വിരുദ്ധ പ്രസ്താവന ടീച്ചർ നടത്തിയപ്പോ ടീച്ചർ അന്ന് വിചാരിച്ചില്ല ഏറെ സ്ഥാനാർത്ഥിയാവും. ഹമാസ് ഭീകരന്മാരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ടീച്ചർ പ്രസംഗിച്ചപ്പോ അതിന്റെ ഒരു വികാരം ഈ നിയോജകമണ്ഡലത്തിലും കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ടീച്ചറുടെ PR വർക്ക് നടത്തുന്ന ഒരു കുഞ്ഞിക്കണ്ണുണ്ടല്ലോ, അദ്ദേഹം ഞാൻ 99-ല് കോഴിക്കോട് മത്സരിക്കുമ്പോൾ അത് നക്സലൈറ്റ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഹമാസ് ഭീകരന്മാരല്ല. പക്ഷെ ടീച്ചർ പിന്നെയും തിരുത്തിയില്ല.
അത് തന്നെ എന്ന് സംശയത്തിലാണ് ടീച്ചർ. എന്നാൽ പിന്നെ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടാക്കുക വിജയിക്കാൻ എന്നുള്ള ഒരു തന്ത്രം ടീച്ചറുടെ എന്നെ ബുദ്ധിയിൽ ഉദിച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഏതോ ജനാധിപത്യ വിരുദ്ധ ഇങ്ങനെ ഒരു വർക്ക് നടത്തി. പക്ഷേ ഒരു MSFകാരന്റെ പേരിൽ ഒരു വ്യാജ സന്ദേശം ഇവർ പ്രചരിപ്പിച്ചു. ആ UDF പ്രവർത്തകൻ തന്നെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. മുഹമ്മദ് കാസിം അദ്ദേഹം പറഞ്ഞു, ഞാനല്ല, ഇത് എന്റെ പേരിൽ എന്ന ഫേക്ക് ന്യൂസ് ആണ്, നടപടിയെടുക്കുന്നത്. ആരുടെ പേരിലാണോ ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് വന്നത് ആ വ്യക്തി തന്നെ പോലീസിൽ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്? നമ്മുടെ വടകരയില് ഇങ്ങനൊരു പ്രചരണം നടത്തിയത് ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ശക്തമായിട്ടുള്ള നടപടിയെടുത്ത് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ രീതിയിൽ പോകുന്ന സമരമായിരിക്കില്ല ഭാവിയിലുണ്ടാകും.